അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഞാൻ ദോശയ്ക്ക് അരി വെള്ളത്തിയിട്ട് നിങ്ങളെ കാണിച്ചായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ്. ഞാൻ അരി ആട്ടി വെച്ചിട്ടുണ്ട് രാവിലത്തേക്കുള്ളത്. രാവിലത്തെ വീഡിയോ കാണാം. ഇന്ന് എടുത്തത് രാവിലെ എടുക്കുന്നതാണ്. രാവിലെ ദോശയും സാമ്പാറുമാണ് ഇന്ന് രാവിലത്തെ കാപ്പിക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടി പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ച് ആദ്യം തന്നെ കുക്കറിലോട്ട് തോരൻപരിപ്പിട്ട് കൊടുത്ത്, പിന്നെ കഷ്ണങ്ങളിട്ട് അതിലാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വീത്തി കൊടുക്കാം. വെള്ളവും കൂടെ വീത്തി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് രാവിലത്തേത് മാത്രമേ ഇന്നുള്ള വീഡിയോയിൽ ഞാൻ എടുക്കുന്നുള്ളൂ. ഇന്ന് ഒരുപാട് ജോലികൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് സമയം കിട്ടത്തില്ല. വീഡിയോയിൽ എടുക്കുമ്പം സമയങ്ങളങ്ങ് പോവും. അതുകൊണ്ട് രാവിലത്തേത് മാത്രം ഞാൻ വീഡിയോ ആക്കി ഇടാമെന്ന് വെച്ചാണ് രാവിലത്തെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ മാവ് കാണാം. ദോശ അരിയാട്ടി വെച്ചതാണ്. നല്ലതുപോലെ മാവ് പൊങ്ങി ഇതായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് മാത്രം നമുക്ക് എടുത്താൽ മതി. ബാക്കി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. പിന്നെ നല്ല നാഴി അരിയാണ് ഞാൻ ആട്ടാനായിട്ട് എടുത്തത്. അപ്പം ഒരു 5 ദോശയ്ക്കുള്ള മാവേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് മതി. അപ്പോൾ ചിലപ്പോൾ 1-2 കഴിക്കത്തേ ഉള്ളൂ. അപ്പം 5 ദോശയ്ക്കുള്ള മാവെടുത്ത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. ഇനി 3-4 ദിവസത്തേക്ക് വരും മാവ് ബാക്കിയിരിക്കുന്നത്. 3-4 ദിവസം അല്ല. അപ്പോൾ അതിൽ ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഉപ്പ് ഇട്ട് നമുക്ക് ഇളക്കി നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് അതിൻ്റെ ഇടയിൽ തന്നെ പുളിയെടുത്ത് വെള്ളത്തിയിട്ടേക്കാം. ആവശ്യത്തിനുള്ള പുളിയെടുത്ത് വെള്ളത്തിയിട്ട് സാമ്പാറിന് ചേർക്കാനുള്ള പുളി നമുക്ക് മാറ്റി വയ്ക്കാം. ദോശ ഞാൻ ഇവിടെ ചുട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഓരോ ജോലിയുടെ ഇടയിൽ തന്നെയാണ് ഓരോന്ന് ചെയ്യുന്നത്. അതാണ് ആദ്യമേ ചുടുന്നതൊന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി പിന്നെ പറയാനുള്ളത്, ഞാനിടുന്ന വീഡിയോ ഒന്നും എല്ലാവരിലും എത്തുന്നില്ല എന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ അങ്ങനെ ഒരുപാട് പേരൊന്നും കാണുന്നതൊന്നുമില്ല. ലൈക്കും ചെയ്യും, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും ആരും അങ്ങനെ എടുത്ത് നോക്കാത്തത്. എന്നെ കൊണ്ടൊക്കുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ഇടാം. പിന്നെ പറയാനല്ലേ ഒക്കെ. പിന്നെ നിങ്ങളിഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എന്തായാലും ഞാൻ വീഡിയോ ദിവസം എന്നെ കൊണ്ടുവെക്കുന്ന കണക്കൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം സാമ്പാറില്ല, കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് കടുക് വറക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു തക്കാളി, 2 പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, പിന്നെ വറ്റൽമുളക് എല്ലാം എടുത്ത് ഞാൻ അരിഞ്ഞ് വെച്ച് അതിന് നമുക്ക് നല്ലതുപോലെ ഇനി വാടി വരണം. നല്ലതുപോലെ ആ തക്കാളി നല്ലോണം വെന്ത് അതിന് ശേഷം മാത്രമേ, ഒന്ന് ഉടയാനല്ല, നല്ലതുപോലെ വെന്ത് വാടി വന്നതിന് ശേഷം മാത്രമേ സാമ്പാറിൽ ചേർത്ത് കൊടുക്കാവൂ. എന്നാലേ ആ തക്കാളി ഇടുക. അപ്പോൾ പുളി കുറച്ചിട്ടാൽ മതി. ഒരു തക്കാളി ഞാൻ അല്ലാതെ കഷ്ണത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും സാമ്പാർ വീട്ടിലുണ്ടാക്കുന്നതിനാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ സാമ്പാർ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ പൊടിയും ചേർത്ത് ഞാൻ കട്ട ഇരുന്ന് അത് ഞാൻ കാണിക്കാനങ്ങ് വിട്ടുപോയി. ഒരു കഷ്ണം കായ ഇട്ടിട്ടാണ്. പിന്നെ സാമ്പാർ പൊടി തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ എടുക്കാൻ വിട്ടു പോകുന്നത്. പിന്നെ അതവിടെ നല്ലോണം വാടി വരുന്നതേ ഉള്ളൂ. ഇനി നല്ലതുപോലെ അങ്ങ്
മൂത്ത് നല്ലതുപോലെ അങ്ങ് വാടി വരണം. എന്നാലേ അത് ചേർത്ത ടേസ്റ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിൽ ഞാൻ ഒരു തക്കാളി കഷ്ണത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമുക്ക് കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മൾ മലയാളികളല്ലേ, അപ്പം നമുക്കുള്ള സംസാരം നമ്മളിവിടുത്തെ ഭാഷകൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് മാറ്റാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ 3-4 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പിന്നെ എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ സംസാരിക്കുന്ന ശൈലി അങ്ങനെയാണ്, നമ്മളിവിടുത്തെ കൊല്ലം ഭാഷയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും കയറി വരുന്നത്. ഞാൻ വേറെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം എന്തെല്ലാം വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകളൊന്നുമല്ല, പിന്നെ നമുക്ക് പറയാം. പിന്നെ ഒരുപാട് വീഡിയോയിൽ ഞാനും കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഭാഷയാണ്, അവരുടെ നാടുകളിലെ ഭാഷയാണ്, അവരത് ഉപയോഗിച്ച് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പിന്നെ കയറി വരുന്നത്. ഇതാ ഇവിടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയും സാമ്പാറും അടിപൊളി. രാവിലെ ഇഡ്ഡലി സാമ്പാർ നല്ലതാണ്. ദോശ സാമ്പാർ വേണ്ട. ദോശയുടെ മാവ് ഞാൻ അരിയാക്കി വെച്ചിട്ടുണ്ട്. പഞ്ഞി പോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. വീഡിയോ ഇത്രയൊക്കെയാണ്. അസ്സലാമു അലൈക്കും.